ഹലോ. അകത്താര് പുറത്താര്, പുറത്ത് കാളി അകത്ത് ദാസൻ. കാര്യവിവരശേഷിയില്ലായിരുന്ന ഇടയനായിരുന്ന ഒരാളെ അയാളുടെ നാട്ടിലെ ബുദ്ധിമതിയും രാജകുമാരിയുമായിരുന്ന ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അയാൾക്ക് ബുദ്ധിയില്ല എന്ന് അറിയാതെയായിരുന്നു അവർ അയാളെ വിവാഹം ചെയ്തത്. ഒരു ചതിക്കുഴിയിൽ പെടുകയായിരുന്നു അവർ. കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ അയാൾ ഒരു ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി അയാൾ വാതിലടച്ചു. അതേസമയമാണ് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയ കാളിദേവി തിരിച്ചു വന്നത്. ശ്രീകോവിലിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് ആ കാളിദേവി ഉള്ളിലുള്ളത് ആരാണെന്ന് ചോദിച്ചു. ആ സംഭാഷണമാണ് ഞാനിപ്പോൾ മുൻപ് പറഞ്ഞത്. ഉള്ളിലുള്ള ആളുടെ നിഷ്കളങ്കതയും സത്യസന്ധതയും എല്ലാം കണ്ട് കാളിദേവി അയാളുടെ നാവിൻ തുമ്പിൽ മൂലമന്ത്രം എഴുതി കൊടുത്തു. അങ്ങനെ അയാൾ കഴിവുള്ളവനും ബുദ്ധിമാനും ഭാരതം കണ്ട ഏറ്റവും പ്രശസ്തനുമായ മഹാകവിയായി തീർന്നു. അതായിരുന്നു കാളിദാസൻ. മലൈക്കോട്ടെ വാലിബനിലെ രണ്ടാമത്തെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഈ കഥയാണ് ഓർമ്മ വന്നത്. കാളിയും ദാസനുമായുള്ള സംഭാഷണം പോലെ ഇവിടെ മലൈക്കോട്ടെ വാലിബനും ദേവിയുമായി സംഭാഷണം നടക്കുന്നു. അതേ സിറ്റുവേഷനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാവണം ഈ സിറ്റുവേഷനും സിനിമയിൽ എഴുതിയത്. എന്തായാലും കഥയൊന്നും വെളിപ്പെടുത്താതെ എന്നാൽ വാലിബന്റെ ബൈസെപ്സ് കാണിച്ചുകൊണ്ടാണ് ഈ ടീസർ അവസാനിക്കുന്നത്. ആൾക്കാർക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ മറ്റൊരു കാരണം കൂടി. ദ ലെസ് യു റിവീൽ ദ മോർ ദേ വണ്ടർ. നിങ്ങൾ എത്ര കുറച്ച് വെളിപ്പെടുത്തുന്നുവോ അത്രയും അത് അവരെ ആശ്ചര്യപ്പെടുത്തും. ഈ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഓരോ ടീസറും പ്രിപ്പയർ ചെയ്യുന്നതും പുറത്തുവിടുന്നതും. എന്തായാലും വാലിബൻ 25-ന് വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.